आमीन। पहला थिस्सलुनीकियों उसके 14 अध्याय उसके 1, 2 और 3 आयतों को हम पढ़ेंगे। First Thessalonians chapter 4 verses 1, 2 and 3. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 4-ന്റെ 1, 2, 3 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. परमेश्वर की इच्छा प्रेज़ लॉर्ड हमारा पवित्रता ही है. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. हालेलुया। पौलुस यहाँ पर हमें पहले थिस्सलुनीके के पत्री में कुछ बातें परमेश्वर की कलीसिया से बताना चाहते हैं. ഇവിടെ പൗലോസ് ദൈവസഭയോട് ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. हमारे चाल चलनों के बारे में यहाँ पर स्पष्ट तौर से बताया गया है. നമ്മുടെ നടപ്പിനെ കുറിച്ച് ഇവിടെ ചില കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. I mean how we ought to walk and to please God. നാം എപ്രകാരം നടന്നുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കണം. और हम अधिक हर दिन प्रेज़ लॉर्ड परमेश्वर को प्लीज करते हुए आगे बढ़ने के लिए बताया गया है. നാം ദിനം പ്രതി കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിൽ വർദ്ധിച്ചു വരണം. आमीन। यीशु मसीह के द्वारा हमें मिले हुए उस कल्पनाओं को देखने के लिए, याद करने के लिए बताया गया है. കർത്താവ് തന്നിരിക്കുന്ന കൽപ്പനകളെ ഓർക്കുവാനും അപ്രകാരം നടക്കുവാനും പറഞ്ഞിരിക്കുന്നു. आमीन। पौलुस यहाँ पर क्यों इस प्रकार बोलना पड़ रहा है? പൗലോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്രകാരം പറയേണ്ടതായി വന്നത്? आमीन। थिस्सलुनीके के कलीसिया आमीन पौलुस ने स्थापना किया था. തെസ്സലോനിക്ക സഭ സ്ഥാപിച്ചത് പൗലോസാണ്. और उसको उसके आमीन आगे के समय में तिमोथियुस को उस कलीसिया को दिया गया था. അതിനുശേഷം താൻ ആ സഭയെ തിമോത്തിയോസിനെ ഏൽപ്പിച്ചു. और तिमोथियुस के द्वारा जब उस कलीसिया को चलाया जा रहा है, उस समय में कुछ बातें उस कलीसिया में आया. തിമോത്തിയോസ് ആ സഭയെ നടത്തി വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ ആ സഭയിൽ സംഭവിച്ചു. और उसके आमीन एक जवाब के तौर से पौलुस उस कलीसिया के लिए इस लेटर को लिखा जा रहा है. അതിനൊരു മറുപടി എന്നവണ്ണം പൗലോസ് ആ സഭയ്ക്ക് എഴുതുന്ന ഒരു കത്താണ് ഇത്. वहां पर अनेक आमीन यहूदियों से अनेक लोग मसीह की ओर आए थे. ആ അവിടെ യഹൂദന്മാരായ അനേകരെ ക്രിസ്തുവിലേക്ക് വന്നു. और उसके साथ रोमियो में से भी और जेंटाइल में से भी अनेक लोग मसीह की ओर आए. റോമ പൗരന്മാരും അനേക ജാതികളായ വ്യക്തികളും യേശുവിലേക്ക് വരുവാനിടയായി. आमीन। जब यहूदियों ने परमेश्वर में यीशु में आया तभी उनका व्यवहार कुछ अलग तौर से था. യഹൂദന്മാർ യേശുവിലേക്ക് വന്നപ്പോൾ അവരുടെ ജീവിത രീതികൾ വ്യത്യസ്തമായിരുന്നു. लेकिन जब आमीन अन्य जाति के लोग जब मसीह में आए, उनका व्यवहार कुछ अलग तौर से हुआ. അന്യജാതിക്കാരായ ആളുകൾ യേശുവിലേക്ക് വന്നപ്പോൾ അവരുടെ രീതികൾ ചില വ്യത്യസ്തമായിരുന്നു. जब मसीह में आया तभी भी वे वहां के पुराने नेचर जो स्वभाव था वो इस कलीसिया में भी अप्लाई करने का पूरा कोशिश वे कर रहे हैं. അവര് യേശുവിൽ വന്നതിന് ശേഷവും അവരുടെ പഴയ ചില ജീവിത സ്വഭാവങ്ങൾ അവർ സഭയിൽ കാണിക്കുക തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. मसीह में तो आया लेकिन पाप के कुछ स्वभाव को छोड़ने के लिए वे तैयार नहीं रहा. അവർ യേശുവിലേക്ക് വന്നു ശരിയാണ്, പക്ഷേ ചില പാപ സ്വഭാവങ്ങൾ അവർ ഉപേക്ഷിക്കുവാൻ തയ്യാറായില്ല. और तिमोथियुस से वे पूछते रहा कि ऐसा करने में क्या जाता है, ऐसा बोलने में क्या जाता है, ऐसे जीने में क्या जाता है, बोलकर उन्हें कॉम्प्रोमाइज करने का एक प्रेज़ लॉर्ड एक अनुभव की ओर वे पहुंच गए. അവര് തിമോത്തിയോസിനെ പലപ്പോഴും ചോദ്യം ചെയ്തു, അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം, ഇങ്ങനെ പറഞ്ഞാലും പ്രവർത്തിച്ചാലും എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് അവരൊരു कॉम्प्रोमाइज़ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. और इस बातों को जब पौलुस ने सुना, पौलुस उस थिस्सलुनीके कलीसिया के लिए एक खत लिखता है, वो यहाँ पर बताया गया है. ഇത് പൗലോസിന്റെ ചെവിയിൽ എത്തിയപ്പോൾ തെസ്സലോനിക്ക സഭയിലേക്ക് പൗലോസ് ഒരു കത്ത് എഴുതുന്നതാണ് നാം ഇവിടെ കാണുന്നത്. यहाँ का सबसे मेन बातें इस प्रकार बताया गया है. ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ കാര്യം ഇതാണ്, How to live a holy life. എങ്ങനെയാണ് ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്. और उसका जरूरतें क्या क्या है करके वहाँ पर बताया गया है. അതിന്റെ മഹത്വം എന്താണെന്നൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. जब हम मलयालम में पढ़ते हैं वहाँ पर ऐसा लिखा है कि परमेश्वर को प्रसन्न करने के लिए किस प्रकार हम जीना है. അവിടെ മലയാളത്തിൽ നാം വായിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം എപ്രകാരം ജീവിക്കണം എന്ന് കാണുന്നു. लेकिन इंग्लिश में लिखा है कि हम
यदि जिंदा है तो केवल परमेश्वर को प्रसन्न करने के लिए ही जीना है। എന്നാൽ ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, നാം ജീവിക്കുന്നുവെങ്കിൽ കേവലം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മാത്രം ജീവിക്കുക. एक पवित्र जिंदगी जीने के लिए वहां पर बताया गया है। ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവിടെ പറഞ്ഞിരിക്കുന്നു. हालेलुया, प्रेज द लॉर्ड, जो परमेश्वर को प्रसन्न देता है, which is pleasing to our God. നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം. जब हम परमेश्वर को उद्धारकर्ता के नाम जब हम स्वीकार करते हैं, നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ वे केवल हमारा एक पहला कदम रहता है मसीह में आने के लिए, നമ്മുടെ അത് ആദ്യത്തെ സ്റ്റെപ്പാണ് യേശുവിലേക്ക് വരുവാൻ. लेकिन आगे के ओर का चलना और दौड़ना बहुत ही अलग तरीका है। എന്നാൽ അതിന് മുന്നോട്ടുള്ള നമ്മുടെ ഓട്ടവും നടപ്പും എല്ലാം വളരെ വ്യത്യസ്തമായ क्योंकि അനുഭവമാണ്. हर दिन हम प्रयत्न और प्रयास करना जरूरी है करके पौलुस हमें सिखाता है। പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ ദിവസവും നാം അതിനായി പ്രയത്നിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യണം. इफिसियों के पत्री उसके 4th अध्याय उसके पहले आयत में हम इस प्रकार पढ़ते हैं। എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും. Walk according to the worthy of your calling. നിങ്ങളുടെ വിളിക്ക് യോഗ്യമാം വണ്ണമുള്ള നടപ്പ് നടപ്പി. हालेलुया, जिस बुलाहट हमने पाया है उस बुलाहट के अनुसार हमारे जिंदगी को जीने के लिए पौलुस हमसे कह रहा है। നമ്മളെ ഏത് നിലയിലാണ് വിളിച്ചിരിക്കുന്നത് ആ വിളിക്ക് യോഗ്യമായ നടപ്പ്. हमें बुलाने के पीछे परमेश्वर का बहुत बड़ा कारण है। നമ്മളെ വിളിച്ചതിന് പുറകിൽ ദൈവത്തിൽ ഒരു കാര്യമുണ്ട്. एक बार सोचकर देखें, स्वर्गीय परमेश्वर हमारे चारों ओर रहने वाला मिलियंस एंड मिलियंस ऑफ लोगों के बीच में हमें कुछ लोगों को, गिने चुने लोगों को परमेश्वर के लिए यदि बुलाया है तो कुछ मकसद उसके पीछे है। നാം ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ നാലുപാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മളെ ചിലരെ എണ്ണി തിട്ടപ്പെടുത്തി കർത്താവ് വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ നിശ്ചയമായും അതിന് പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമില്ലയോ? പൗലോസ് कहता है कि walk according to worthy of your calling. പൗലോസ് നമ്മോട് പറയുന്നത് വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുക. उस चाल चलन से यहाँ वहाँ नहीं हटना करके पौलुस हमें बड़े स्पष्ट तौर से बताता है। ആ നടപ്പിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുതെന്ന് പൗലോസ് വ്യക്തമായി പറയുകയാണ്. क्योंकि हम समझना है कि किसने हमें बुलाया है। കാരണം നാം മനസ്സിലാക്കണം നമ്മെ ആരാണ് വിളിച്ചത്. हालेलुया, हमें क्यों बुलाया है और किस प्रकार जीना है, वो गाइडलाइंस हम हर एक पल जानना बहुत जरूरी है। നമ്മെ എങ്ങനെ എപ്രകാരം വിളിച്ചിരിക്കുന്നു, നാം എപ്രകാരമാണ് നടക്കേണ്ടതെന്ന് നാം എപ്പോഴും ശോധന ചെയ്യണം. हालेलुया, और 4th अध्याय के 17वें आयत हम जो पढ़ते हैं, 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. जैसा अन्य जाति के लोग व्यर्थ बुद्धि के अनुसार जीते हैं वैसा तुम नहीं जीना है। ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. परमेश्वर कहता है, पौलुस कहता है कि जैसे हमारे चारों ओर रहते हैं ऐसे लोगों के नाई हम कभी भी चल नहीं सकते। പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ നടപ്പ് പോലെ നമുക്ക് നടക്കുവാൻ യോഗ്യമല്ല. संसार के लोग कैसे जीते हैं वैसे जीने के लिए हमें नहीं बुलाया गया है। ലോകത്തിലെ ആളുകൾ ജീവിക്കുന്നത് പോലെ ജീവിക്കുവാനല്ല നമ്മെ उन വിളിച്ചിരിക്കുന്നത്. लोग कुछ भी बोल सकते हैं, कैसे भी जी सकते हैं, उनको किसी के पास अकाउंट देना नहीं है, लेकिन हमें परमेश्वर ने अपने लहू से बुलाया, चुना है, तो परमेश्वर की इच्छा के अनुसार जीना जरूरी है। അവർക്ക് എങ്ങനെയും പറയാം, എങ്ങനെയും ജീവിക്കാം, അവർ ആർക്കും കണക്ക് കൊടുക്കേണ്ടവരല്ല. പക്ഷെ നമ്മളെ യേശുവിന്റെ രക്തം കൊടുത്ത് വിളിച്ച് വേർതിരിച്ചവരാണ് നാം. हम कभी कभी संसार के लोगों के ड्रेसिंग स्टाइल देखकर हम भी वो अडॉप्ट करने का कोशिश करते हैं। ഒരുപക്ഷെ പലപ്പോഴും നാം ലോകത്തിന്റെ വേഷവിധാനങ്ങളെ നോക്കി നാമും അതിനെ സ്വീകരിക്കുവാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. उन लोग चुनने वाला उसी रास्ता को ढूंढने का प्रयास हम कभी कभी करते हैं। അവരുടെ വഴികളൊക്കെയും പലപ്പോഴും നാമും അന്വേഷിക്കാറുണ്ട്. उन लोग जैसा बोलते हैं वैसा हम भी बोलने का पूरा कोशिश करते हैं। അവര് സംസാരിക്കുന്നത് പോലെ ചിലപ്പോൾ നാമും സംസാരിക്കുവാൻ ശ്രമിക്കാറുണ്ട്.
उन लोग जिस जगह पे जाते हैं वैसा जगह पे जाने का कोशिश हम भी कभी कभी करते हैं। അവര് പോകുന്ന ഇടങ്ങളിലൊക്കെ ചിലപ്പോൾ പോകുവാൻ നാമും ശ്രമിക്കാറുണ്ട്. And this road वे जिस बातों में engage होते हैं ऐसे बातों में जाने का कोशिश हम कभी कभी करते हैं। അവര് ഭിത്തിയായിരിക്കുന്ന ചില കാര്യങ്ങളിൽ നാമും ഭിത്തിയാകുവാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. लेकिन पौलुस बड़े स्पष्ट तौर से कहता है कि हमारा चलने का रूट बिल्कुल अलग है। എന്നാൽ പൗലോസ് വ്യക്തമായി ഇന്ന് പറയുകയാണ് നമ്മുടെ നടപ്പിന്റെ വഴി വ്യത്യസ്തമാണ്. Praise the Lord, hallelujah. And praise the Lord, हम देखना है कि संसार के लोग किस प्रकार जीते हैं वैसा हम कभी नहीं जीना है। നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലോകം ജീവിക്കുന്നത് പോലെ നാം ജീവിക്കരുത്. क्योंकि हम जिस प्रकार चलते हैं जब संसार हमें देखते हैं हम उनके सामने गवाही बन रहे हैं। നാം ലോകത്തിന്റെ മുന്നിൽ നമ്മുടെ ജീവിതമാവുന്ന വഴിയിൽ നടക്കുമ്പോൾ നാം അവരുടെ മുന്നിൽ ഒരു സാക്ഷിയായി മാറുകയാണ്. I mean, when they observe us, we are just testifying that we are the children of the Lord. അവര് നമ്മളെ നോക്കുമ്പോൾ നാം നമ്മെ തന്നെ സാക്ഷിയാക്കി കാണിക്കുകയാണ് ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. I mean, हमारे स्कूल में जब हमारे बच्चे जाते हैं क्या हमारे बच्चों को देखकर संसार के बच्चे देख पाते हैं कि ये मसीह बेटा है? നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ മറ്റു ജാതികളായ കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുമോ ഇവർ വാസ്തവമായി ദൈവത്തിന്റെ മക്കളാണ്? जब कॉलेज में जाते हैं जब वर्क प्लेस में जाते हैं क्या संसार के लोग हमें देखकर कह पाएंगे कि वास्तव में ये मसीह का संतान है? നാം കോളേജിൽ പോകുമ്പോൾ നമ്മുടെ ജോലിസ്ഥലത്ത് പോകുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ നോക്കി സാക്ഷ്യം പറയുവാൻ കഴിയുമോ ഇവർ ദൈവത്തിന്റെ മക്കളാണ്? हालेलुया। हमारे बोली हमारे चाल चलन जब संसार हमें ऑब्जर्व करते हैं क्या वास्तव में वे कह पाएंगे कि इनमें मसीह का गुण है? നമ്മുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ നടപ്പുകൾ കാണുമ്പോൾ അവർക്ക് നിശ്ചയമായും മനസ്സിലാക്കുവാൻ കഴിയുന്നുവോ ഇല്ലയോ നാം ദൈവത്തിന്റെ മക്കളെന്ന്? Praise the Lord, उन लोग जैसा कहते हैं वैसा कहने के लिए हमें नहीं बुलाया है। അവര് പറയുന്നത് പോലെ എല്ലാം പറയുവാനല്ല നമ്മുടെ വിളി. I mean, उन लोग जैसा चलते हैं वैसा चलने के लिए हमें नहीं बुलाया है। അവര് നടക്കുന്ന നടപ്പ് നടക്കുവാനല്ല നമ്മുടെ വിളി. हम इफिसियों के पत्री उसके 5वें अध्याय उसके 7वें आयत में पढ़ते हैं कि walk in love. എഫേസ്യർ 5:7 നാം കാണുന്നത് നിങ്ങൾ സ്നേഹത്തിൽ നടക്കുക. Praise the Lord, hallelujah. हम प्यार में चलने के लिए वहां पर बताया गया है നാം സ്നേഹത്തിൽ നടക്കണമെന്നാണ് അവിടെ और उसके പറയുന്നത്. अगले आयत में बताया है कि walk as a child of light and ज्योति के संतान के नाम हम जीना है। നാം വെളിച്ചത്തിന്റെ മക്കളെ പോലെ നടക്കണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. हालेलुया। प्रेज़ द लॉर्ड। कैसे हम ऐसे जी सकते हैं? നാം എങ്ങനെയാണ് അപ്രകാരം ജീവിക്കുവാൻ കഴിയുന്നത്? आमीन, हालेलुया। हमारा चलना हमारे बोली हमारे व्यवहारों को जब लोग देखते हैं वास्तव में वे जानना जरूरी है कि इसमें मसीह का ज्योति है। നമ്മുടെ നടപ്പും നമ്മുടെ സംസാരവും കേൾക്കുമ്പോൾ ലോക മനുഷ്യർ അറിയണം ഇവൻ തീർച്ചയായും വെളിച്ചമാണ്. हालेलुया। केवल मसीह को उद्धारकर्ता के नाम स्वीकार करने से हमारा मसीह के बीच का संबंध वहां पर खत्म नहीं हो रहा है। യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ചതുകൊണ്ട് നാം യേശുവുമായുള്ള ബന്ധത്തിൽ അവിടെ ഒരു അവസാനമല്ല. वो तो केवल एक शुरुआत ही था। അതൊരു ആരംഭം മാത്രമാണ്. प्रेज़ द लॉर्ड, हम जहां पर एक ही जगह पर रहकर लेफ्ट राइट बोलकर हमारे कदमों को रखने के लिए नहीं बुलाया गया है। നാം ഒരേ സ്ഥലത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്ന ഒരു ജീവിതമല്ല. बल्कि पौलुस कहता है कि हमारे अंदर एक प्रोग्रेस होना जरूरी है, हमारे अंदर एक बढ़ोतरी होना जरूरी है। പൗലോസ് നമ്മോട് പറയുന്നത് നാം മുന്നേറണം, നമ്മിൽ ഒരു വളർച്ച ഉണ്ടാകണം. हालेलुया। कोरिन्थी के पत्री में इस प्रकार हम देखते हैं। കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. आमीन। पौलुस के अंदर के पैशन को हम वहां पर देख पाते हैं। പൗലോസിന്റെ മനസ്സിന്റെ വേദന നമുക്ക് അവിടെ കാണാൻ കഴിയും. प्रेज़ द लॉर्ड। आमीन। पौलुस कहता है कि मैं बस चल नहीं रहा हूं बल्कि मेरे सामने रखा हुआ दौड़ मैं पूरा प्रयास कर रहा हूं कि मैं दौड़ पाऊं। പൗലോസ് പറയുകയാണ് ഞാൻ നടക്കുകയല്ല, എന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഞാൻ എങ്ങനെയെങ്കിലും പ്രാപിക്കാൻ ഓടുകയാണ്. प्रेज़ द लॉर्ड। मैं कैसा ना कैसे दौड़ने का पूरा प्रयास कर रहा हूं। ഞാൻ എങ്ങനെയെങ്കിലും ഓടുവാനായി ഞാൻ പ്രയാസപ്പെടുകയാണ്. हालेलुया। प्रेज़ द लॉर्ड। हम तो केवल जिस दिन परमेश्वर को उद्धारकर्ता के नाम स्वीकार किया था
वहां पर ही हम अभी भी खड़े हैं। നമ്മളിൽ പലരും നാം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആ ഒരു അനുഭവത്തിൽ അതേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ. I mean, हम में क्या बदलावट संसार देख रहे हैं। നമ്മളിൽ എന്ത് വ്യത്യാസമാണ് ലോകം കണ്ടത്? जहाँ पर पौलुस कहता है कि हमारे लिए एक दौड़ रखा है, പൗലോസ് നമ്മോട് പറയുകയാണ് നിനക്ക് മുന്നിൽ ഒരു ഓട്ടം വെച്ചിരിക്കുന്നു. लेकिन हम तो केवल वहां पर ही खड़े रहकर मैं मसीह का संतान है, मैं मसीह का संतान है बोलकर बोलने का ही प्रयास कर रहे हैं। നാം ആ നിൽക്കുന്നിടത്ത് തന്നെ നിന്നുകൊണ്ട് ഞാൻ യേശുവിന്റെ പൈതലാണ് യേശുവിന്റെ പൈതലാണെന്ന് പറയുവാൻ ശ്രമിക്കുകയാണ്. केवल हमारे मुंह से हम बोलते हैं, लेकिन हमारे व्यवहार में उस बातों को हम देख नहीं पाते हैं। നമ്മുടെ വായ് കൊണ്ട് നാം അത് പറയുന്നു, പക്ഷെ നമ്മുടെ പ്രവൃത്തികളിൽ അതൊന്നും കാണുവാൻ കഴിയുന്നില്ല. पौलुस कहता है कि मेरे सामने बहुत बड़ा एक दौड़ रखा है, मुझे कैसे ना कैसे उसको फिनिश करना है। പൗലോസ് പറയുകയാണ് എന്റെ മുന്നിൽ ഒരു ഓട്ടമാണ് വെച്ചിരിക്കുന്നത്, എങ്ങനെയെങ്കിലും അതെനിക്കൊന്ന് ഓടി തീർക്കണം. हालेलुया। आज इस वचनों को सुनने वाला प्रेस लॉर्ड हर एक व्यक्ति की जिंदगी में सोचना जरूरी है कि मेरा दौड़ को क्या मैं दौड़ पा रहा हूँ। ഈ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും ഇതൊന്ന് ചിന്തിക്കണം, ഞാൻ എന്റെ ഓട്ടം വാസ്തവമായി ഓടുന്നുണ്ടോ? क्या हम हमारे कंफर्टेबल जोन में हम ऐसे ही बैठकर हमारे मसीह जिंदगी को बिताने का कोशिश कर रहे हैं? നാം ഇങ്ങനെ സുഖകരമായ ആ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. प्रेस लॉर्ड, परमेश्वर के राज्य को मेरे और आपके द्वारा क्या फायदा हो रहा है? ദൈവരാജ്യത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? हालेलुया। जहाँ पर परमेश्वर को मेरे और आपके द्वारा कोई फायदा नहीं हो रहा है, तो मेरे और आपके ऊपर डाला हुआ बुलाहट से क्या फायदा हो रहा है? നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മളെ വിളിച്ച വിളിക്ക് ഒത്തവണ്ണം കർത്താവിന് എന്ത് പ്രയോജനം? हालेलुया। आज इस प्रश्न को हमारे लिए हमारे अंदर ही अंदर पूछना बहुत जरूरी है। നാം ഓരോരുത്തരും ഇന്ന് ആമേൻ ഈ ചോദ്യം നമ്മുടെ ഉള്ളത്തിൽ ഒന്ന് ചോദിച്ചേ മതിയാവും. परमेश्वर के वचनों में एनो आनो के बारे में बताया है कि परमेश्वर के साथ चलने वाला एक भक्त के बारे में वहां पर बताया गया है। വചനത്തിൽ നാം ഹാനോക്കിനെ കുറിച്ച് വായിക്കുന്നത് അവൻ ദൈവത്തോട് കൂടെ നടന്നു. And नोआ के बारे में बताया कि वो परमेश्वर के साथ साथ चला। നോവയെ കുറിച്ച് നാം വായിക്കുന്നത് അവൻ ദൈവത്തോട് കൂടെ കൂടെ നടന്നു. And नया नियम में अनेक भक्तों के बारे में बताया है कि परमेश्वर के साथ वे चलने के लिए तैयार हो गए। പുതിയ നിയമത്തിലും അനേക ഭക്തന്മാർ യേശുവിനോട് ചേർന്ന് നടക്കുവാൻ തയ്യാറാണ്. हालेलुया। हम भी वास्तव में परमेश्वर के साथ चलने के लिए सीखना बहुत जरूरी है। നാമും നിശ്ചയമായും യേശുവിനോട് ചേർന്ന് നടക്കേണ്ട വിഷയം പഠിച്ചേ മതിയാവും. जब तक हम ना सीखे तब तक हम कैसा हम चलेंगे? നാം പഠിക്കാത്തിടത്തോളം എങ്ങനെ നാം നടക്കും? पहला बात पौलुस यहाँ पर इस प्रकार कहता है, ഒന്നാമത്തെ കാര്യം പൗലോസ് ഇങ്ങനെ പറയുകയാണ്, एक चाल चलन के बारे में बताया है, a life for holiness। ഒരു നടപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധമായ നടപ്പ്. And पवित्रताई के लिए हम चलना है ताकि हम परमेश्वर को प्लीज करें। വിശുദ്ധിക്ക് വേണ്ടി നാം നടക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയൂ. हमारे बीच में अलग अलग तरीके के लोग को हम देखते हैं। നമ്മുടെ ഇടയിൽ പല തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാം. I mean, कुछ लोगों को हम देखते हैं कि हम अपने आप को ही प्लीज करने का प्रयास में भाग रहे हैं। ചില ആളുകൾ തങ്ങളെ തന്നെ അവരെ പ്രസാദിപ്പിക്കുന്ന ആളുകൾ. Praise Lord, मैं मेरे परिवार प्रेस लॉर्ड मेरे लिए ही प्रेस लॉर्ड प्रसन्न करने का पूरा प्रयास में दौड़ रहे हैं। ഞാൻ എന്റെ കുടുംബം എന്നെ തന്നെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ഓടുകയാണ്. अगर मेरे बारे में किसने ऊंचे शब्दों में नहीं कहा है, मुझे प्रसन्न करने वाला कुछ बातों को नहीं कहा है, तो हम दूसरों से नफरत करते हैं। എന്നെ പ്രശംസിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞില്ല എങ്കിൽ, എന്നെ തന്നെ പുകഴ്ത്തി പറയുന്നത് കേട്ടില്ല എങ്കിൽ നാം ഒരുപക്ഷെ മറ്റുള്ളവരോട് പിണങ്ങുന്നു. हालेलुया। प्रेस लॉर्ड, हम हमें ही प्रसन्न करने का पूरा प्रेस लॉर्ड प्रयास में हम दौड़ रहे हैं। നാം നമ്മെ തന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ഓട്ടമാണ് ഓടുന്നത്. और वे दूसरों के बारे में बिल्कुल बॉदर्ड नहीं है। അവർ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. हालेलुया। प्रेस लॉर्ड, हालेलुया। ऐसा हमारे दौड़ में हम नहीं रहना है करके पौलुस हमें सिखाते हैं। അപ്രകാരം ഒരു ഓട്ടമല്ല ഓടേണ്ടതെന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നു. हालेलुया। प्रेस लॉर्ड, बल्कि हम परमेश्वर को प्रसन्न करने वाला दौड़ने के लिए हमें याद दिलाता है। ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ഓട്ടം ഓടുവാനാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. रोमियो के पत्र उसके 15 अध्याय उसके पहले आयत में हम इस प्रकार पढ़ते हैं। റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. हम हमारे अपने आप में ही
प्रसन्न ना होने पाए। നാം നമ്മിൽ തന്നെ പ്രസാദിക്കുന്നവരാകാതിരിക്കട്ടെ. हालेलुया। परमेश्वर चाहता है कि हम हमारे ऊपर ही प्लीज करने के लिए हमारे एक पर्सनल जिंदगी को हम ना जिए। നമ്മുടെ വ്യക്തിപരമായ ജീവിതം നമ്മിൽ തന്നെ പ്രസാദിക്കുന്ന ഒരു ജീവിതമാകരുത്. हालेलुया। दूसरे ग्रुप को हम इस प्रकार देखते हैं, വേറൊരു കൂട്ടം ആളുകളെ നാം കാണുന്നു. वो दूसरों को प्रसन्न करने का प्रयास में जीते हैं। അവരെപ്പോഴും മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുക. प्रेज लॉर्ड। आई मीन मुझे कुछ भी हो जाए लेकिन मैं दूसरों को प्लीज करने के लिए कुछ भी करने के लिए तैयार हूँ। ഞാൻ എങ്ങനെയും ആയിക്കോട്ടെ, പക്ഷെ മറ്റുള്ളവരെ ഞാൻ പ്രസാദിപ്പിക്കും. आई मीन इसके लिए काफी बातों को कॉम्प्रोमाइज करना पड़ता है। അതിനായി പല കാര്യങ്ങളും അവർ വിട്ടുവീഴ്ച ചെയ്യുകയാണ്. हालेलुया। अपने आप को कभी कभी बलिदान के तौर देना पड़ता है, തന്നെത്താൻ അവർ പലപ്പോഴും ഒരു യാഗം പോലെ കൊടുക്കുകയാണ്, बल्कि दूसरों को प्रसन्न करने के लिए। മറ്റുള്ളവരെ പ്രസാദിക്കുവാൻ. वहां पर भी हम एक बात ध्यान देना है कि हम परमेश्वर को प्रसन्न नहीं दे रहे बल्कि दूसरों को प्रसन्न करने का प्रयास में दौड़ रहे हैं। അവിടെയും നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നാം പ്രസാദിപ്പിക്കുന്നത് ദൈവത്തെയല്ല മറ്റു വ്യക്തികളെയാണ്. आई मीन गलातियों की पत्री में पौलुस इस प्रकार कहते हैं, ഗലാത്യ ലേഖനത്തിൽ നാം ഇങ്ങനെ പൗലോസ് ഇങ്ങനെ പറയുന്നു, हम मनुष्य को प्रसन्न करने वाले ना बने। നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാകരുത്. यदि हम मनुष्य को प्रसन्न करने वाले बने तो हम कभी भी परमेश्वर को प्रेज लॉर्ड महिमा दे नहीं पाएंगे, उसका सर्विस हम कर नहीं पाएंगे। നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായാൽ നമുക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. परमेश्वर ने हमें उसकी सेवा करने के लिए बुलाया है, तो हम मनुष्य को प्रसन्न करने के लिए बातों को कॉम्प्रोमाइज ना करें। നാം ദൈവത്തിന്റെ വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാകരുത്. हालेलुया। प्रेज द लॉर्ड। हालेलुया। हम एक बार सोचकर देखें कि आई मीन हमारे अंदर आई मीन ऐसा एक गुण से हम क्या हमारे जिंदगी को जी रहे हैं। നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം, നമ്മളിൽ ഈ ഒരു ഗുണമുണ്ടോ? डर के जीते हैं ताकि हम दूसरों को प्रसन्न करने का पूरा प्रयास करते हैं। മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി പലപ്പോഴും നാം ഭയപ്പെട്ട് ജീവിക്കുകയാണ്. पौलुस कहता है कि ये बहुत ही गलत बात है। പൗലോസ് പറയുന്നത് വലിയ തെറ്റാണ്. हम परमेश्वर को प्रसन्न करने वाले जीना बहुत जरूरी है। നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. हालेलुया। प्रेज द लॉर्ड। हालेलुया। दूसरे हमें भाग हम इस प्रकार पढ़ते हैं, മറ്റൊരു ഭാഗത്ത് നാം ഇങ്ങനെയാ വായിക്കുന്നത്, प्रेज द लॉर्ड। हालेलुया। परमेश्वर की उस बातों को छुपाते हुए हम दूसरों की और हमें हाईलाइट करने का कोशिश करते हैं। ദൈവികമായ കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റു ചില കാര്യങ്ങളെ നാം പൊക്കി പുകഴ്ത്തി കാണിക്കുന്നു. आई मीन हम दूसरों को प्रसन्न करने का प्रयास इसके लिए हम करते हैं മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ നാം ശ്രമിക്കുന്നതിന്റെ കാരണം, क्योंकि हम समझ नहीं पाते कि परमेश्वर की प्रसन्न हमारे सबसे करीब खड़ा है। നാം ഒരിക്കലും തിരിച്ചറിയുന്നില്ല ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളുടെ തൊട്ടടുക്കൽ ഉണ്ട്. जब मेरे पास एक व्यक्ति आकर कुछ बातें कह रहा है എന്റെ അടുക്കൽ ആരെങ്കിലും ഒരു വ്യക്തി വന്ന് സംസാരിക്കുമ്പോൾ, और उसी समय में मेरा दूसरा भाग में यीशु व्यक्तिगत तौर से खड़ा है, എന്റെ തൊട്ടടുത്ത് തന്നെ യേശു ഒരു വ്യക്തിയെ പോലെ നിൽക്കുന്നു, हम किसके बातों को सुनने का एक प्रयास हम करते हैं। നാം ആരെ ശ്രദ്ധിക്കുവാൻ തയ്യാറാവും? यदि हमारा प्रायोरिटी यीशु के लिए देता है तो उस व्यक्ति कुछ भी बातें हमें कन्विंस करने के लिए बोले, हम यीशु की ओर ही हम ध्यान देते हैं। ആ നമ്മുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തി എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ ശ്രദ്ധ യേശുവിലേക്കാണെങ്കിൽ യേശുവിന് ഇഷ്ടമുള്ളത് മാത്രമേ നാം സംസാരിക്കൂ. हमारे मसीह जिंदगी में बहुत बड़ा एक भूल ये होता है, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം, मेरे करीब मेरा यीशु खड़ा है। എന്റെ തൊട്ടരികത്ത് യേശു നിൽപ്പുണ്ട്. हालेलुया। Praise the Lord. Jesus is standing beside me. യേശു എന്റെ തൊട്ട് അരികിൽ നിൽക്കുന്നു. तो यीशु को जो प्लीजिंग करता है वो ही मैं निर्णय लेना जरूरी है। യേശുവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു തീരുമാനം മാത്രമേ ഞാൻ എടുക്കാവൂ. एक साइड में यीशु है, एक साइड में संसार का व्यक्ति है। Praise the Lord. मेरा प्रायोरिटी केवल यीशु के लिए होने पाए। ആമേൻ. ഒരു വശത്ത് യേശു നിൽക്കുന്നു, ഒരു വശത്ത് ലോക മനുഷ്യൻ നിൽക്കുന്നു. എന്റെ പ്രാധാന്യം ഞാൻ കൊടുക്കേണ്ടത് യേശുവിനായിരിക്കും. दूसरों का कितना भी जबरदस्ती हो, लेकिन परमेश्वर हमसे क्या चाहता है वो ही हमारा निर्णय होना जरूरी है। മറ്റുള്ളവർ നമ്മളെ എന്തെല്ലാം കാര്യങ്ങളെ നിർബന്ധിച്ചാലും യേശുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കണം നാം പ്രാധാന്യം കൊടുക്കുന്നത്. मुझे पता नहीं मैं क्यों इस बातों को दोबारा कहने का कोशिश कर रहा हूँ। എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് തന്നെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. शायद हम में से अनेक लोग मनुष्य को प्रसन्न करने के लिए हर एक बातों को कॉम्प्रोमाइज करते हैं। ഒരുപക്ഷെ നമ്മളിൽ ആരെങ്കിലും ഒക്കെ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ചില കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നുവോ? एक ही कारण है, क्योंकि
हमारे करीब खड़ा हुआ यीशु को हम देख नहीं पा रहा। അതിനൊറ്റ കാരണം ഇതേ ഉള്ളൂ, നമ്മുടെ അരികിൽ നിൽക്കുന്ന യേശുവിനെ നാം പലപ്പോഴും കാണുന്നില്ല. Always feel the presence of God near me. എപ്പോഴും നമ്മുടെ അരികിലുള്ള ദൈവ സാന്നിധ്യത്തെ നാം ആമേൻ മനസ്സിലാക്കണം. I mean हर एक डिसीजन में हम यीशु को पूछने पाए कि यीशु क्या मैं इस प्रकार करूं, क्या मैं इस प्रकार चलूं, क्या मैं उस निर्णय को आगे बढ़ाऊं करके पूछने का एक प्रयास हम हर एक समय करने पाए. ആമേൻ എല്ലാ സാഹചര്യങ്ങളിലും യേശുവേ ഞാൻ അത് പറയണമോ, ഞാൻ ഇപ്രകാരം നിർണയിക്കണമോ, ഈ തീരുമാനം ഞാൻ എടുക്കണമോ, ഈ വഴിയിൽ ഞാൻ പോകണമോ എന്ന് യേശുവിനോട് ചോദിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. यदि हम इस प्रकार करने के लिए कोशिश करें तो the way of my talking will be different. നാം ഇപ്രകാരം ആമേൻ ചെയ്യുവാൻ തീരുമാനിച്ചാൽ നമ്മുടെ സംസാരത്തിന്റെ ശൈലി മാറും. हालेलुया. मेरा दूसरे बातों को डील करने का तरीका बदल जाएगा. മറ്റു കാര്യങ്ങളെ നാം ചെയ്യുന്ന രീതികൾ, അതിനെ കൈകാര്യം ചെയ്യുന്ന രീതികൾ മാറും. मैं एक बात को जिस प्रकार देखूंगा मेरा नजरिया बदल जाएगा. ഒരു കാര്യത്തെ നാം നോക്കുന്ന ആ നോട്ടത്തിന്റെ ഭാവം മാറും. मैं जिस भाग को पढ़ता हूँ उस नजरिया बदल जाता है. ഞാൻ വായിക്കുന്ന ആ കാര്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും. मेरा हर एक भाव में प्रेज़ लॉर्ड हालेलुया मेरा नजरिया को परमेश्वर बदल देता है. എന്റെ എല്ലാ കാര്യങ്ങളിലുമുള്ള എന്റെ കാഴ്ചപ്പാട് മുഴുവനായി ദൈവം മാറ്റും. क्योंकि मेरा प्रायोरिटी केवल यीशु के लिए मैं दे पाऊंगा. കാരണം എന്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം യേശുവാണ്. मैं जब अकेला मेरा कमरे में है पाप करने का क्यों एक टेम्पटेशन और कंपल्शन हमारे अंदर होता है. ഒരുപക്ഷേ നാം നമ്മുടെ മുറിയിൽ തനിച്ചായിരിക്കുമ്പോൾ പാപം ചെയ്യുവാനുള്ള ഒരു പ്രലോഭനം നമുക്കുണ്ടാകാം. जब मैं अकेला हूँ कोई मुझे नहीं देखता है, मेरा मोबाइल फोन के द्वारा या मेरा कंप्यूटर के द्वारा या कोई भी प्रेस लॉ टेक्निक्स के द्वारा पाप करने का एक प्रेरणा क्यों हमारे जिंदगी में होता है. നമ്മളെ ആരും കാണാതെ നാം തനിച്ചായിരിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ കൊണ്ട്, നമ്മുടെ കമ്പ്യൂട്ടറുകൾ കൊണ്ട് വിവിധങ്ങളായ പാപങ്ങൾ ചെയ്യുവാൻ നമുക്ക് എന്തുകൊണ്ടാണ് പ്രേരണ ലഭിക്കുന്നത്? Praise the Lord. जब हम अकेला है, कोई हमें नहीं देख रहा है, हमारे मोबाइल उठाकर या प्रेस लॉर्ड किसी के बारे में गलत बातें बोलने के लिए क्यों प्रेरणा मिलता है? നാം തനിച്ചായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നാം നമ്മുടെ ഫോൺ എടുത്ത് മറ്റുള്ളവരെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ സംസാരിക്കുവാൻ നമുക്ക് തോന്നുന്നത്? घंटे तक हम गॉसिप करने के लिए हमें कोई डर नहीं लगता है. മണിക്കൂറുകൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുവാൻ നാം പലപ്പോഴും പേടിക്കാറില്ല. हालेलुया. प्रेज़ लॉर्ड. परमेश्वर मुझे देख रहा है बोलकर वो एक डर भी हमारे अंदर नहीं होता है. ദൈവം നമ്മെ കാണുന്നു എന്നുള്ള ഭയം പോലും പലപ്പോഴും നമ്മൾക്കില്ല. प्रेज़ लॉर्ड. हालेलुया. आज हम सोचना जरूरी है कि हमें परमेश्वर ने एक उद्देश्य के साथ, एक बुलाहट के साथ परमेश्वर हमें बुलाया है. നാം ഇന്നൊന്ന് ഓർക്കണം, ഹല്ലേലൂയ, ദൈവം നമ്മെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. प्रेज़ लॉर्ड. फोन हमें इसके लिए नहीं दिया है कि हम हालेलुया घंटे उठाकर प्रेज़ लॉर्ड दूसरों के बारे में गलत बातें हम बोले. മറ്റുള്ളവരെ കുറിച്ച് മണിക്കൂറുകൾ കുറ്റം പറയുവാനല്ല ദൈവം നമുക്ക് ഫോൺ തന്നിരിക്കുന്നത്. दूसरों को कमजोरियों को ढूंढने के लिए हमें परमेश्वर ने बुद्धि नहीं दिया है. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുവാനല്ല ദൈവം നമുക്ക് ജ്ഞാനവും ബുദ്ധിയും തന്നത്. बल्कि परमेश्वर हमें प्रेज़ लॉर्ड वचन दिया है ताकि हमारे ही अंदर के गलतियों को, गुनाहों को ढूंढ निकाल कर परमेश्वर के वचन के सामने आकर कबूल करने के लिए परमेश्वर में बुलाहट दिया है. ആമേൻ. നമ്മുടെ തന്നെ പാപങ്ങളെ വചനത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ കണ്ടുപിടിച്ച് ശുദ്ധീകരിച്ച് ആമേൻ സമർപ്പിക്കേണ്ടതിനാണ് ദൈവം നമുക്ക് വചനം തന്നത്. यदि सुनने वाला वचन हमारे अंदर कोई प्रभाव नहीं ला रहा है तो सोचकर देखे कि हमारे मसीह जिंदगी, मसीह में से हमारा रिश्ता बहुत ही दूर पहुंचा है. നാം കേൾക്കുന്ന വചനം നമ്മിൽ ഒരു ക്രിയയും ചെയ്യുന്നില്ലെങ്കിൽ നാം ഇത് മനസ്സിലാക്കണം, നാം ദൈവികവുമായുള്ള ബന്ധത്തിൽ ഒത്തിരി ദൂരെയായി. तीसरा ग्रुप का एक लोग के बारे में हम इस प्रकार पढ़ते हैं. ഒരു മൂന്നാമത്തെ കൂട്ടത്തെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു. एक बैलेंसिंग पीपल के बारे में बताया है. എപ്പോഴും ഇങ്ങനെ ഒരു തുലനാവസ്ഥയിൽ പോകാൻ ശ്രമിക്കുന്ന ആളുകൾ. परमेश्वर को भी प्लीज करना है, संसार के लोगों को भी प्लीज करना है. ദൈവത്തെയും പ്രസാദിപ്പിക്കണം, എന്നാൽ ലോകക്കാരെയും പ്രസാദിപ്പിക്കണം. प्रेज़ लॉर्ड. बहुत से बार परमेश्वर को भी
प्रेस लॉर्ड अलग करना नहीं चाहते, संसार को भी अलग करना नहीं चाहते, बिल्कुल कॉम्प्रोमाइज करके प्रेस लॉर्ड बैलेंस करके जीने का पूरा प्रयास करते हैं। ദൈവത്തെയും വിട്ടിട്ട് പോകാൻ വയ്യ, ലോകക്കാരെയും പ്രസാദിപ്പിക്കണം, ഇത് രണ്ടും കൂടി ഇങ്ങനെ തുലനം ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകൾ. I mean, यीशु खुद नया नियम में हमसे कहते हैं, യേശു പുതിയ നിയമത്തിൽ നമ്മോട് ഇങ്ങനെ പറയുന്നുണ്ട്, एक व्यक्ति कभी भी दो मास्टर्स को सर्व नहीं कर सकते हैं। കർത്താവ് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരേ സമയം രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കഴിയത്തില്ല. I mean, यदि परमेश्वर नहीं तो संसार। ഒന്നുകിൽ യേശു അല്ലെങ്കിൽ ലോകം. I mean, आज मैं भी कन्फेस करना चाहता हूँ, ഞാനും ഇന്ന് ഏറ്റു പറയുന്നത്, and praise Lord, मैं भी बहुत से बार बैलेंस करने का कोशिश करके I mean जिंदगी जीता हूँ। ഞാനും പലപ്പോഴും ബാലൻസ് ചെയ്യുന്ന ഒരു ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. परमेश्वर को भी चोट नहीं पहुंचाना है, संसार को भी चोट नहीं पहुंचाना है। ദൈവത്തെ വിഷമിപ്പിക്കരുത്, എന്നാൽ ആളുകളെയും വിഷമിപ്പിക്കരുത്. हालेलुया, ऐसा कॉम्प्रोमाइज करके जीने का प्रयास हम करने का कोशिश करते हैं। അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കുന്ന ഒരു ശ്രമം നമ്മൾ പലപ്പോഴും നടത്താറുണ്ട്. हालेलुया, लेकिन पौलुस कहता है कि यदि परमेश्वर नहीं तो संसार। എന്നാൽ പൗലോസ് പറയുന്നത് ഒന്നുകിൽ കർത്താവ് അല്ലെങ്കിൽ ലോകം. हालेलुया, प्रेज लॉर्ड, केवल हम परमेश्वर को प्रसन्न करने के लिए हमारे ऊपर एक बुलाहट डाला गया। ആമേൻ. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മാത്രമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. हालेलुया, ये बोलने के लिए बहुत सरल है, लेकिन हमें हमारे दिन प्रतिदिन के अनुभव में यदि प्रैक्टिकली लाने का प्रयास करें तो ही हम प्रेज लॉर्ड उस प्रकार हम जी पाएंगे। ഇത് പറയുവാൻ വളരെ എളുപ്പമാണ്, എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ മേഖലകളിലും ഇത് കൊണ്ടുവരുമ്പോഴാണ് നാം വിജയിക്കുന്നത്. प्रेज लॉर्ड, मसीह जिंदगी में हम जानना जरूरी है कि मेरा परमेश्वर की प्रेजेंस मेरा बहुत निकट खड़ा है। നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു സത്യം, നമ്മുടെ തൊട്ട് അരികത്ത് ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. यदि हम परमेश्वर की उस उपस्थिति को अनुभव नहीं कर पाते हैं तो हमारे बोली, हमारे चाल चलन में संसार को प्रसन्न करने वाला हो सकता है। നാം ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാതിരിക്കുമ്പോൾ നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവൃത്തികളും എപ്പോഴും ലോകത്തെ പ്രസാദിപ്പിക്കുന്നതായി പോവുകയാണ്. Praise the Lord, hallelujah, and praise the Lord, don't fail to please our master. നമ്മുടെ യജമാനനെ പ്രസാദിപ്പിക്കുന്നതിൽ നാം പരാജയപ്പെടരുത്. हालेलुया, फिलिपियों के पत्री उसके दूसरे अध्याय उसके 13वीं आयत में हम इस प्रकार पढ़ते हैं, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്തു. हालेलुया, उस भाग में हम जब पढ़ते हैं उसके पहले पहले की आयत में हम जब पढ़ते हैं, जिस परमेश्वर ने हमारे अंदर एक अच्छा कार्यों को शुरुआत किया है, അതിന്റെ കുറച്ച് പുറകോട്ട് നാം വായിക്കുമ്പോൾ നമ്മിൽ നല്ല प्रवृत्ति आरंभिचवन, and praise Lord, उसने हमारे अंदर praise Lord उस सक्षमता दिया है, वो पावर दिया है ताकि हम परमेश्वर को प्लीज करते हुए हम जी पाए। നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കുവാനും വിശ്വസ്തൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. He gives us a desire to obey him. നമുക്ക് അവനെ അനുസരിക്കുവാനുള്ള ഒരു മനസ്സ് അവൻ തരുന്നു. praise Lord, और 1:4 आयत में हम पढ़ते हैं, 1:4 നാം അത് വായിക്കുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. हालेलुया, उसके आखिरी समय तक वो हमें उस सक्षमता देते हैं ताकि हम उसके कल्पनाओं को मानते जिए। അന്ത്യത്തോളം അവൻ നമ്മെ അതിനായി സഹായിക്കും, നാം അപ്രകാരം ജീവിക്കുക. हालेलुया, प्रेज लॉर्ड, हम हमारे काबिलियत से इस कार्यों को नहीं कर पाएंगे, बल्कि परमेश्वर में उस सामर्थ्य देंगे ताकि हम उसको सक्षम बने, उसको प्रसन्न करते हुए जीते रहे। നാം നമ്മിൽ തന്നെ നമുക്ക് ഒരിക്കലും അപ്രകാരം ജീവിക്കുവാൻ കഴിയത്തില്ല, പക്ഷേ ദൈവമായ കർത്താവ് നമ്മളെ അതിനായി പ്രാപ്തരാക്കും. यीशु भी कहता है कि मेरा पिता मुझे मदद करता है ताकि मैं इस कार्यों को पूरा करे। യേശു പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ദൈവം എന്നെ സഹായിക്കുന്നത് കൊണ്ട്, എന്റെ പിതാവ് എനിക്ക് കൃപ തരുന്നത് കൊണ്ട് ഞാൻ ഇത് ചെയ്യുവാൻ കഴിയുന്നു. हालेलुया, हम परमेश्वर के उस रास्ता में चलना बहुत जरूरी है। നാം യേശുവിന്റെ വഴിയെ നടക്കേണ്ടത് അത്യാവശ്യമാണ്. शायद हम हमारे मित्रों को खो सकते हैं, നമ്മുടെ മിത്രങ്ങൾ ഒരുപക്ഷെ നമുക്ക് നഷ്ടമാകാം. शायद हमारे भाई बहनें हमें मिसअंडरस्टैंड कर सकते हैं, നമ്മുടെ സഹോദരങ്ങൾ നമ്മെ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചേക്കാം. लेकिन हमारे ऊपर का बुलाहट को हम जानना बहुत जरूरी है। എന്നാൽ നമ്മുടെ മേലിലുള്ള വിളിയെ നാം അറിയണം.
हालेलुया। जब हम योना के बारे में हम पढ़ते हैं, നാം യോനയെ കുറിച്ച് വായിക്കുമ്പോൾ शुरुआत में उसने परमेश्वर की बातों को डिसोबीडियंट हमें रहने के लिए हमें तैयार किया, ആരംഭത്തിൽ അവൻ ദൈവത്തിന്റെ കൽപ്പനയെ മറുതലിച്ചു. लेकिन दूसरे भाग में हम पढ़ते हैं कि उसने परमेश्वर की कल्पनाओं को माना और उस जगह पर गया। എന്നാൽ രണ്ടാമത്തെ ഭാഗത്തിൽ അവൻ ദൈവത്തെ അനുസരിച്ച് ആ സ്ഥലത്തേക്ക് പോയി. हालेलुया। लेकिन प्रेज़ लॉर्ड, परमेश्वर ने जब उस भाग में, उस जगह में उस परिवर्तन लाया, आई मीन योना के अंदर बिल्कुल आनंद नहीं हुआ। എന്നാൽ ആ ദേശത്തെ ദൈവം അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചപ്പോൾ യോനായ്ക്ക് തികച്ചും ഇഷ്ടപ്പെട്ടില്ല. हालेलुया। बाहरी तौर से परमेश्वर ने बताया हुआ बातों को करता है, लेकिन अंदर ही अंदर परमेश्वर की बातों में बिल्कुल वो प्रसन्न नहीं है। പുറമെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ താൻ അനുസരിക്കുന്നുണ്ടെങ്കിലും അകത്തിന്റെ അകത്ത് തനിക്ക് അതൊന്നും കർത്താവിന്റെ പ്രവൃത്തികൾ അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. कलीसियाओं से परमेश्वर आज इसी बातों को कहना चाहता है। ദൈവസഭയോട് ഇന്ന് കർത്താവ് ഇങ്ങനെ പറയുന്നു. Praise the Lord, hallelujah। बाहरी तौर से हम दूसरों के लिए प्रार्थना करते हैं, उनके अनुग्रह को, उनके बढ़ोतरी को देखने के लिए हम आग्रह करते हैं, लेकिन अंदर ही अंदर जब वे अनुग्रह पाते हैं, हम उसमें प्रसन्न नहीं होते हैं। ആമേൻ. പുറമേയുള്ള പ്രാർത്ഥനയിൽ നമ്മുടെ കൂട്ട സഹോദരങ്ങളുടെ അനുഗ്രഹത്തിനായി നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നു. എന്നാൽ അകത്തിന്റെ അകത്ത് അവർ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ അതിനെ അംഗീകരിക്കുവാനും സന്തോഷിക്കുവാനും പലർക്കും കഴിയുന്നില്ല. मैं विश्वास करता हूँ कि हमें उस भाग समझ में आ रहा है। ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. बाहरी तौर से हम कहते हैं कि वो अच्छा है, वो बहुत अच्छा है, वो अम्मा वो बहुत अच्छा है बोलकर हम उनको अप्रिशिएट करने का कोशिश करते हैं। പലപ്പോഴും പുറമേ നാം എല്ലാവരെയും പ്രശംസിക്കുകയാണ്. ഇന്റെ ആൾ നല്ലതാണ്, ഈ അമ്മാമ നല്ലതാണ്, ഒത്തിരി നല്ലതാണ്. लेकिन अंदर ही अंदर प्रेज़ लॉर्ड हमारे अंदर घृणा है। हम उनको अपनाने के लिए, प्यार करने के लिए हमारे अंदर वो एक अच्छा क्षमता नहीं रहता है। എന്നാൽ നമ്മുടെ ഉള്ളത്തിന്റെ ഉള്ളിൽ പലപ്പോഴും ഈ അമ്മാമ്മമാരെ നാം സ്നേഹിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല, നാം വെറുക്കുന്നു. आमीन। योना की जिंदगी में भी वही तो हुआ था। യോനായുടെ ജീവിതത്തിലും ഇത് തന്നെയല്ലേ സംഭവിച്ചത്. परमेश्वर ने जो कहा उसने ओबे तो किया, ദൈവം പറഞ്ഞത് യോന അനുസരിച്ചു. लेकिन जब परमेश्वर ने उस देश को अनुग्रह किया, योना उसको अंगीकार कर नहीं पा എന്നാൽ रहा। ആ ദേശത്തെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ യോനായ്ക്ക് അത് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. क्या आज परमेश्वर हमसे बातें कर रहा है? എന്താ ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നുവോ? हालेलुया। हमारे अंदर का चाल चलनों को बदलना बहुत जरूरी है। ആമേൻ. നമ്മുടെ നടപ്പിനെ നാം ആമേൻ ഒന്ന് ശുദ്ധീകരിക്കണം. प्रेज़ द लॉर्ड। परमेश्वर को प्रसन्न करने वाला एक अच्छा मसीह जिंदगी को हम जीने पाए। ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു നല്ല ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാം. हालेलुया। प्रेज़ द लॉर्ड। परमेश्वर क्रोध करने वाला परमेश्वर, इसके लिए उसको डरते हुए हम परमेश्वर को आराधना ना करें। ആമേൻ. ദൈവം കോപിക്കുന്ന ദൈവമായതുകൊണ്ട് അവരെ ഭയപ്പെട്ട് ആരാധിക്കുവാനല്ല, And praise the Lord, जबरदस्ती से हम परमेश्वर की आराधना के लिए ना बैठे। നിർബന്ധത്താൽ ആരാധനയ്ക്ക് ഇരിക്കുന്ന അനുഭവമല്ല. हमें जबरदस्ती से उसको डरते हुए हम परमेश्वर के लिए टाइट ना दे। ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദശാംശം കൊടുക്കേണ്ട ആവശ്യമില്ല. हालेलुया। बल्कि परमेश्वर कहता है कि हमारे अंदर ही अंदर से परमेश्वर की ओर का प्रेम के द्वारा हम परमेश्वर के लिए आराधना करने എന്നാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പോകുന്ന ആ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മുടെ ആരാധന വരുവാനിടയായി. वो मेरा पिता है और उसने आज तक मुझे संभाला है, उसकी करुणा के द्वारा मैं यहाँ तक आया है, इसके लिए मैं उसको बहुत ही प्रेम करता हूँ, इसके लिए मैं परमेश्वर को आराधना करता हूँ। അവനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ട് അവൻ എന്റെ പിതാവാണ്, അവൻ എന്നെ ഇതുവരെയും സഹായിച്ചു ഇവിടെ വരെ കൊണ്ടുവന്നുള്ള ആ സ്നേഹത്തിൽ നിന്ന് നമുക്ക് അവനെ ആരാധിക്കുവാൻ. मेरे और आपके अंदर का उस मोहब्बत के कारण परमेश्वर के लिए हम दे नहीं पाए। നമ്മുടെ ഉള്ളിൽ നിന്ന് പൊങ്ങുന്ന ആ സ്നേഹത്തിന്റെ തികവിൽ നാം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവരാണ്. मैंने बहुत बार सुना है कि पास्टर साहब मुझे कॉल नहीं किया, इसके लिए मैं आराधना के लिए नहीं आया। ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പാസ്റ്റർ എന്നെ വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ ആരാധനയ്ക്ക് പോകുന്നില്ല. पास्टर साहब मेरे बारे में पूछा नहीं, इसके लिए मैं उसके लिए कुछ दिया नहीं। പാസ്റ്റർ എന്നെ കുറിച്ചൊന്നും ചോദിച്ചില്ല അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും കൊടുത്തില്ല. मेरे कलीसिया के लोग मेरे बारे में नहीं पूछते, इसके लिए मैं परमेश्वर की कलीसिया में आना नहीं चाहता हूँ। സഭയിലെ ആളുകൾ എന്നെ കുറിച്ച് അന്വേഷിക്കാത്തതുകൊണ്ട് ഞാൻ ഈ ചർച്ചിൽ വരുവാൻ ആഗ്രഹിക്കുന്നില്ല. Praise the Lord। जब ऐसे बातों को सुनता है, समझना जरूरी है कि वे कभी भी परमेश्वर को प्रेम करते हुए परमेश्वर की आराधना करने के लिए नहीं आ रहे हैं। നാം ഇത് കേൾക്കുമ്പോൾ നാം ആ വ്യക്തിയെ കുറിച്ച് തിരിച്ചറിയണം. കർത്താവിനോടുള്ള സ്നേഹത്താൽ അല്ല ആ വ്യക്തി ആരാധനയ്ക്ക് വരുന്നത്, बल्कि किसी और का प्रेरणा और जबरदस्ती के कारण परमेश्वर की आराधना करने के लिए आते हैं। മറ്റാരുടെയോ നിർബന്ധത്താലും അവരുടെ പ്രേരണ
ആരാധനയാലും ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം. And praise Lord, पौलुस कहता है कि हमारे अंदर वो मोहब्बत से हम भरा जाना चाहिए. പൗലോസ് നമ്മോട് പറയുന്നത് കർത്താവിനോടുള്ള ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയണം. I mean, एफेसियों के पत्र में हमने वही पढ़ा है कि walk in love with God. നാം എഫേസ്യരിൽ അത് തന്നെയാണ് വായിച്ചത്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നടക്കുക. हालेलुया. अनन्यास और सफीरा के बारे में हम परमेश्वर के वचन में पढ़ते हैं. അനന്യാസിനെ സഫീരയെ കുറിച്ച് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. वे परमेश्वर से जरूर प्रेम तो करते थे, അവർ വാസ്തവമായി ദൈവത്തെ സ്നേഹിച്ചവരായിരുന്നു. लेकिन एक जगह पर प्रेम करते हैं, दूसरे जगह पर अपने आप के लिए रिसर्व करने का कोशिश करते हैं. ഒരു സൈഡിൽ അവർ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ മറ്റൊരു വശത്ത് അവർ തങ്ങൾക്ക് വേണ്ടി തന്നെ കരുതി വെക്കുന്ന ഒരു അനുഭവം. दिखावा करने वाला भक्ति को परमेश्वर घृणा करते हैं. കാണിക്കുവാനുള്ള ഭക്തിയെ കർത്താവ് വെറുക്കുന്നു. हालेलुया. प्रेज़ द लॉर्ड. हालेलुया. मैं कभी-कभी सोचता है कि मेरे अंदर उस अनन्यास और सफीरा के उतना भी विश्वास कभी-कभी नहीं होता है. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ആ അനന്യാസിനെയും സഫീരയെയും അവർക്കുള്ളത്രയും വിശ്വാസം പോലും കാണാറില്ല. I mean, कम से कम उन्होंने कुछ तो बेचकर परमेश्वर के राज्य के लिए देने के लिए तो तैयार हो गया. അവര് അവർക്കുള്ളതിൽ കുറച്ചെങ്കിലും അവര് ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറായി. हम में से कितने लोग उतना देने के लिए हमें तैयार होते हैं? നമ്മളിൽ എത്ര പേർ അത്രയെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുവാൻ जब തയ്യാറാണ്? इन्होंने इतना करने के बावजूद भी परमेश्वर का क्रोध उनके ऊपर आया, तो मेरा और आपकी आत्मिक जिंदगी किस प्रकार है, कहां तक पहुंचा है, आज हम एक बार परख कर देखना जरूरी है. അവർ അത്രയും ചെയ്തതിന് ശേഷവും അവരുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എവിടെയായിരിക്കുന്നു, നാം എന്തായിരിക്കുന്നു എന്നൊന്ന് ശോധന ചെയ്തേ മതിയാവും. हमारे मसीह जिंदगी को लाइटली हम कभी भी नहीं देख रहे. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ലഘുവായി നാം എടുക്കരുത്. परमेश्वर ने बड़े उद्देश्य के साथ हमारे ऊपर उस बुलाहट को डाला है. കർത്താവ് നമ്മെ ഒരു വലിയ ഉദ്ദേശത്തോടെയാണ് ആ വിളി നമ്മുടെ മേൽ ഇട്ടിരിക്കുന്നത്. मैं जल्दी से आगे की ओर बढ़ना चाहूंगा. ഞാൻ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോട്ടെ. उससे पहले थिस्सलुनीकि के पुस्तक के और हम वापस आएंगे. ഒന്ന് തെസ്സലോനിക്കരിലേക്ക് നമുക്ക് വേഗത്തിൽ മടങ്ങി വരാം. चौथे अध्याय के तीसरे आयत की शुरुआत हम पढ़ेंगे. അതിന്റെ മൂന്നാം വാക്യത്തിന്റെ ആദ്യ ഭാഗം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. हमारे पवित्रता ही परमेश्वर का इच्छा है. നമ്മുടെ ശുദ്ധീകരണമാണ് ദൈവത്തിന് ഇഷ്ടം. हालेलुया. हम में से एक एक परमेश्वर का एक बर्तन है करके हम पढ़ते हैं. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മുന്നിൽ ഒരു പാത്രമാണെന്നാണ് നാം उसके വായിക്കുന്നത്. 5वीं आयत में हम पढ़ते हैं कि we are the vessels of his of the Almighty God. അതിന്റെ 5ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം ഓരോരുത്തരും ഒരു പാത്രമാണ്. पौलुस कहता है कि हम मिट्टी से बनाए हुए बर्तन हैं, പൗലോസ് പറയുന്നത് നാം മണ്ണിനാൽ നിർമ്മിക്കപ്പെട്ട പാത്രം. लेकिन पवित्र आत्मा के सामर्थ्य उसके अंदर परमेश्वर हमारे अंदर भरते करके वहां पर बताया गया है. എന്നാൽ ആ പാത്രത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പകർന്നിരിക്കുന്നെന്ന് അവിടെ हम പറഞ്ഞിരിക്കുന്നു. सोचते हैं कि हम बड़े कमजोर है, लेकिन परमेश्वर कहता है कि तुम शायद कमजोर होगा, लेकिन उस पवित्र आत्मा के सामर्थ्य के द्वारा मैं तुम्हें इस्तेमाल करना चाहता हूं. പലപ്പോഴും നാം പറയുന്നത് നമ്മൾ അശക്തരാണെന്നാണ്. എന്നാൽ പൗലോസ് പറയുകയാണ്, ഈ മൺപാത്രങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പകർന്നിരിക്കുന്നു. हम में से कोई भी बड़े कीमती एक बर्तन हमारे बच्चों को खेलने के लिए कभी नहीं देंगे. നമ്മളിൽ ആരും വിലയേറിയ ഒരു പാത്രം കുഞ്ഞുങ്ങൾക്ക് കളിക്കുവാൻ കൊടുക്കത്തില്ല. यदि ऐसा है तो परमेश्वर ने अपने अनमोल अपने पुत्र के लहू देते हुए हम में से एक एक लोगों को खरीदा है. അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവം വിലയേറിയ യേശുവിന്റെ രക്തം കൊടുത്തല്ലേ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. बहुत बड़ा दाम चुकाकर हमें यदि खरीदा है तो उस वेसल का बहुत बड़ा एक वैल्यू है. വലിയ വില കൊടുത്ത് വാങ്ങിച്ചതാകിയാൽ ആ പാത്രത്തിന് വലിയ മൂല്യമുണ്ട്. उस बर्तन के अंदर बुराई के बातों को हम कभी ना भरे. ആ പാത്രത്തിനകത്ത് ദുഷ്ടതയുള്ള കാര്യങ്ങൾ നാം നിറയ്ക്കരുത്. हमारे चारों ओर सुनने वाला उस जंक की बातें, उस सोशल मीडिया में जो भी हम देखते हैं सुनते हैं, उस बातों को हमारे अंदर ना भरे. ഈ ലോകത്തിൽ നാം കേൾക്കുന്നതും സോഷ്യൽ മീഡിയ വഴി വരുന്നതുമായ കാര്യങ്ങളെ കൊണ്ട് ഈ പാത്രത്തിനകം നാം നിറയ്ക്കരുത്. जब हम विश्वास करते हैं कि परमेश्वर के वचनों को कुछ समय पढ़ने से वो वचन हमारे अंदर प्रभाव ला सकता है. നാം ഇങ്ങനെ വിശ്വസിക്കുന്നില്ലയോ, ദൈവത്തിന്റെ വചനം അല്പസമയം വായിച്ചാൽ അത് നമ്മളിൽ ചില ക്രിയകൾ ചെയ്യുന്നുണ്ട്. यदि ऐसा है तो एक दिन में 10 घंटे 12 घंटे जब हम सोशल मीडिया के द्वारा नेगेटिव न्यूज़ हम जब सुन
सुनते हैं, देखते हैं, वो हमारे अंदर बहुत बड़ा प्रभाव लाता है। അങ്ങനെയാണെങ്കിൽ ദിനവും 10-12 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുന്ന തെറ്റായ കാര്യങ്ങളിൽ നമ്മളിൽ ചില പ്രഭാവങ്ങൾ വരുത്തുക തന്നെ ചെയ്യും. Some people are really addicted to those negative things. ചില ആളുകൾ ഇങ്ങനെയുള്ള നെഗറ്റീവായ കാര്യങ്ങൾക്ക് അടിമകളാണ്. हालेलुया, फेसबुक खोलते हैं, व्हाट्सएप खोलते हैं, दूसरे बातों को खोलते हैं ताकि प्रेज़ लॉर्ड हालेलुया उनके मन की पसंद की बातों को सुनकर अपने आप में आनंद लाने का कोशिश करते हैं. തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുവാൻ എപ്പോഴും ഫേസ്ബുക്കും വാട്സ്ആപ്പും മറ്റ് സോഷ്യൽ മീഡിയകളും ഓപ്പൺ ചെയ്ത് അതിൽ സമയം ചെലവഴിക്കുകയാണ്. लेकिन आज आपसे एक बात को याद दिलाना चाहूंगा, എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. वो आपकी मसीह जिंदगी को नुकसान पहुंचाने वाला एक प्रभाव ला सकता है. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നശിപ്പിക്കുന്ന ചില പ്രഭാവങ്ങൾ കൊണ്ടുവരുവാൻ हमारे സാധ്യതയുണ്ട്. मसीह जिंदगी बड़े भय और भक्ति के साथ जीना बहुत जरूरी है. ക്രിസ്തീയ ജീവിതം ഭയത്തോടെ ജീവിക്കുക, पवित्रताई में जीने के लिए परमेश्वर हमें बुलाया है. ശുദ്ധീകരണത്തോടെ ജീവിക്കാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. जल्दी से एक और आयत को पढ़कर मैं उस भाग को समाप्त करना चाहूंगा. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തുകയാണ്. दूसरा तिमोथी उसके दूसरे अध्याय उसके 20 और 21 आयत को पढ़ेंगे. 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 20 and 21. 20-21 വാക്യങ്ങൾ. 2 തിമോത്തിയോസ് 2-ന്റെ 20-21 വാക്യങ്ങൾ. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. कुछ बातें मान्यता के लिए उपयोग किया जाता है. ചില കാര്യങ്ങൾ മാന്യതയ്ക്ക് വേണ്ടിയും और ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. और आगे ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥ ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. पौलुस कहता है कि हम अपने आप को सैंक्टिफाई करना है. പൗലോസ് പറയുന്നത് തന്നെത്താൻ വെടിപ്പാക്കുക. हमें स्पष्ट तौर से बताया कि हम अपने आप को पवित्रताई की ओर तैयार करना है. വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുന്നത് നാം നമ്മെ തന്നെ വെടിപ്പാക്കണം. दिन में 10 घंटा 12 घंटा बाकी के बातों को टाइम वेस्ट करके कलीसिया में 2 घंटा की आराधना में आकर सब कुछ साफ होगा करके कभी भी गलतफहमी में हम नहीं रहना. ദിവസത്തിന്റെ 10-12 മണിക്കൂർ വ്യർത്ഥമായ കാര്യങ്ങളിൽ ഇടപെട്ടതിന് ശേഷം 2 മണിക്കൂർ ആരാധനയിൽ പങ്കെടുത്തത് കൊണ്ട് ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെടുമെന്ന് നാം തെറ്റിദ്ധരിക്കരുത്. चर्च में आके 2 घंटे हाथ उठाकर आराधना करने में या 1 घंटे वचन सुनने में कभी भी पिछले 1 हफ्ते का पूरा गुनाहों को परमेश्वर मिटा नहीं डालेगा. 2 മണിക്കൂർ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് നാം കൈ ഉയർത്തി ആരാധിച്ചത് കൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം കർത്താവ് അങ്ങ് ക്ഷമിച്ച് ശുദ്ധീകരിക്കില്ല. मैंने काफी बार सुना है कि काफी लोग कहते हैं कि वो कलीसिया के कारण ये ऐसा हो गया है, ये व्यक्ति के कारण ये व्यक्ति ऐसा हो गया है बोलकर कलीसिया और दूसरों के ऊपर इल्जाम डालने का कोशिश करते हैं. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇന്ന സഭ കാരണമാണ് അല്ലെങ്കിൽ ഇന്ന വ്യക്തി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തെറ്റുകൾ വന്നതെന്ന് പലപ്പോഴും നാം ദോഷം പറയാറുണ്ട്. लेकिन पौलुस कहता है कि हम अपने आप को सैंक्टिफाई करना जरूरी है. എന്നാൽ പൗലോസ് ഇങ്ങനെയാ പറയുന്നത് നാം നമ്മെ തന്നെ വെടിപ്പാക്കണം. कलीसिया में केवल 2 घंटा मिलता है, लेकिन हम हमारे घरों में घंटों घंटों तक बैठते हैं. हम कितना समय परमेश्वर के वचनों के सामने बैठकर हम अपने आप को परख कर हम देखते हैं. നമുക്ക് സഭയുടെ കൂട്ടായ്മയ്ക്ക് 2 മണിക്കൂർ ലഭിക്കുന്നു, എന്നാൽ നമ്മുടെ ഭവനങ്ങളിൽ ലഭിക്കുന്ന 10-12 മണിക്കൂറിൽ എത്ര സമയം നാം ദൈവസന്നിധിയിൽ വചനം വായിക്കുവാൻ ചിലവഴിക്കുന്നു. और एक बार याद दिलाता हूँ, हमारे ऊपर का बुलाहट हम परमेश्वर को प्रसन्न करने के लिए बुलाया गया है. ഞാൻ ഇന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ വിളി ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള വിളിയാണ്. पहले തെസ്സലോനിയൻ के पत्री उसके 4थे अध्याय उसके 3रे आयत में हम इस प्रकार पढ़ते हैं कि हर एक सेक्सुअल इमोरालिटी से हम दूर रहने के लिए पौलुस कहता है. 1 തെസ്സലോനിക്കർ 4-ന്റെ 1-3 മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് पहला തെസ്സലോനിക്കർ 4 के 3रे आयत. 1 തെസ്സലോനിക്കർ 4-ന്റെ 3 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, എല്ലാവിധമായ
വികാരങ്ങളെയും നാം ഉപേക്ഷിക്കണം. एपिसोड बाहर के लोगों के बारे में नहीं बताया बल्कि कलीसिया के लोगों के बारे में पौलुस वहां पर कह रहा है. ലോകത്തിലെ ആളുകളെ കുറിച്ചല്ല, സഭയിലെ വിശ്വാസികളെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. पौलुस क्यों बोलना पड़ रहा है? പൗലോസ് എന്തുകൊണ്ടാണ് പറയേണ്ടി വന്നത്? परमेश्वर ने कुछ उद्देश्य के साथ बुलाया था. उस उद्देश्य से जब परमेश्वर के लोग बाहर के ट्रैक में जा रहा है, उनको करेक्ट करने के लिए पौलुस कह रहा है. ദൈവത്തിന്റെ വിളി വിട്ട് ആമേൻ വഴിതെറ്റി ദൈവജനം പോയപ്പോഴാണ് പൗലോസിന് ഇതും പറയേണ്ടി വന്നത്. Praise the Lord. हम हमारे अपने आप को सैंक्टिफाई करने के लिए बुलाया गया. നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ വിളിക്കപ്പെട്ടു. हमारे घर में जब इन दिनों में हम बैठते हैं, पहले एपिसोड थिस्सलुनीकी के पत्र उसके 4th अध्याय बड़े ध्यान पूर्वक हम पढ़ पाए. ഈ ദിവസങ്ങളിൽ നാം ഭവനത്തിലായിരിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം എല്ലാവരും ശ്രദ്ധയോടെ ഒന്ന് I വായിക്കണം. mean, understand the calling that is upon us. നമ്മുടെ മേലുള്ള വിളിയെ ഒന്ന് തിരിച്ചറിയുക. I mean, करोड़ों करोड़ों लोग हमारे चारों ओर है, लेकिन परमेश्वर हमें नाम पुकार कर यदि चुना है तो कुछ उद्देश्य के साथ हमें बुलाया. നമ്മുടെ ചുറ്റുമുള്ള കോടി കണക്കിന് ആളുകളുടെ നടുവിൽ നിന്ന് നമ്മെ പേർ ചൊല്ലി വിളിച്ചതിന് പിറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമില്ലയോ? I mean, उसको प्रसन्न करने वाला मसीह जिंदगी को हम जिए. അവനെ പ്രസാദിപ്പിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് एक अच्छा पवित्रताई की जिंदगी को हम जी नहीं पाए. വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാം. Understand the calling that is upon us. നമ്മുടെ മേലുള്ള വിളി തിരിച്ചറിയാം. एपिसोड मनुष्य को प्रसन्न करने के लिए नहीं बल्कि परमेश्वर को प्रसन्न करने वाला जिंदगी को हम जिए. മനുഷ്യനെ അല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം I നയിക്കാം. mean, हम हर एक समय जाने कि मैं अकेला नहीं हूँ इस दौड़ में, बल्कि मेरा परमेश्वर की महान उपस्थिति मेरा बिल्कुल करीब खड़ा है. നാം എപ്പോഴും മനസ്സിലാക്കണം, നാം ഒറ്റയ്ക്കല്ല ഓടുന്നത്, എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അരികിലുണ്ട്. मेरा और आपका हर एक निर्णय केवल यीशु को पूछने के बाद ही हम दूसरों कार्यों को हम कर नहीं पाए. നമ്മുടെ തീരുമാനങ്ങളെല്ലാം യേശുവിനോട് ചോദിച്ചതിന് ശേഷം മാത്രം എടുക്കുവാൻ ദൈവം നമ്മെ इस സഹായിക്കും. वचनों के साथ हम परमेश्वर सबको अनुग्रह करें. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും हमारे मसीह जिंदगी को बड़े पवित्रताई के साथ हम जीने.